السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, ലോകത്ത് ധാരാളം കക്ഷികൾ അല്ലാഹുവിൽ പങ്കുചേർക്കുക, അവനോട് അവന്റെ പടപ്പുകളെ തുല്യപ്പെടുത്തുക എന്ന അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത ശിർക്കിൽ അകപ്പെടാനുള്ള കാരണങ്ങളിലൊന്ന് ഷഫാഅത്ത് എന്ന ശുപാർശ എന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പലരും അള്ളാഹുവിൻ്റെ ഹക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതിരിക്കാൻ ഈ വിഷയത്തിലുള്ള അവരുടെ തെറ്റിദ്ധാരണ കാരണമായിരിക്കുന്നു. നമ്മുടെ വിശ്വാസവുമായി ഏറെ ബന്ധമുള്ള, പരലോക വിശ്വാസവുമായി ഏറെ ബന്ധമുള്ള വിഷയങ്ങളിലൊന്നാണ് ഷഫാഅത്തിനെ കുറിച്ചുള്ള യഥാർത്ഥ ഒരാളുടെ ശരിയായ അറിവ്. നോക്കൂ നിങ്ങൾ, ധാരാളം ആളുകൾ ഈ വിഷയത്തിൽ ഉള്ള അജ്ഞത കാരണത്താൽ ശിർക്കിലകപ്പെട്ടു പോയിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞത് നോക്കൂ നിങ്ങൾ, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ് ഖുൽ അതുനബ്ബിഊന അല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ് സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെയുള്ളവരെ അവർ ആരാധിക്കുന്നു. മാ ലാ യദുറുഹും വലാ യൻഫഉഹും, അവർക്ക് ഉപദ്രവം വരുത്താനോ അവർക്ക് ഉപകാരം ചെയ്യാനോ സാധിക്കാത്ത ആളുകളെ അല്ലാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നു. വയഖൂലൂന ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്, എന്നിട്ട് അവർ ന്യായം പറയുന്നു, ഇവർ അല്ലാഹുവിങ്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ് എന്ന്. നോക്കൂ നിങ്ങൾ, മുശ്രിക്കുകൾ അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്ന ഏറ്റവും കഠിനമായ പാപത്തിൽ അകപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വിഷയത്തിലുള്ള അവരുടെ അജ്ഞതയായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ? ശുപാർശ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരാളുടെ ഒരു നന്മക്ക് വേണ്ടി നീയും കൂടി അതിൽ പങ്കുചേരുക, അതിന് കാരണക്കാരനായി വർത്തിക്കുക, അതാണ് ശഫാഅത്ത് എന്ന് പറയുന്നത്. ഷഫഅ എന്ന പദം വിത്ർ എന്ന പദത്തിന്റെ വിപരീതമായി, അതിൻ്റെ എതിരർത്ഥമുള്ള പദമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. വിത്ർ എന്നാൽ ഒറ്റയാണ്, ഷഫഅ എന്നാൽ ഇരട്ടയാണ്. ഒറ്റയായിരുന്ന തൻ്റെ ആവശ്യത്തിന് കൂട്ടായി മറ്റാരുമില്ലാതിരുന്ന ഒരാളെ നീ സഹായിക്കുകയാണ്. അതിലൂടെ അയാളുടെ കൂടെ മറ്റൊരാളായി, ഒറ്റക്കാരൻ അയാളുടെ കൂടെ ഒരു കൂട്ടാളിയായി, അയാളുടെ സഹായിയായി നീ മാറുക. അതിനാണ് യഥാർത്ഥത്തിൽ ശഫാഅത്ത് എന്ന് പറയുക. സഹോദരങ്ങളെ, ശഫാഅത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾ 3 കക്ഷികളായി പിരിഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടർ ശഫാഅത്തിന്റെ യാഥാർത്ഥ്യത്തെ തന്നെ നിഷേധിച്ച, ശഫാഅത്ത് ഇല്ല എന്ന് പറഞ്ഞ കൂട്ടനാണ്. ഖവാരിജുകൾ പാപങ്ങളുടെ പേരിൽ മുസ്ലിമീങ്ങൾ ശാശ്വതരായി നരകത്തിൽ കിടക്കേണ്ടി വരും,
ശിർക്കല്ലാത്ത മറ്റുള്ള തെറ്റുകൾ പറ്റിപ്പോയ മുസ്ലിമും ഒരു കാഫിറും തമ്മിൽ വ്യത്യാസമില്ല, നാളെ പരലോകത്ത് ഇരുകൂട്ടരും ഒരുപോലെ നരകത്തിലാണ് എന്ന പിഴച്ച വിശ്വാസം പേറുന്ന ഖവാരിജുകൾ ശഫാഅത്തിനെ നിഷേധിച്ചവരാണ്. കാരണം ശഫാഅത്ത് മുഖേന പാപികൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അത് അംഗീകരിച്ചാൽ അവരുടെ വിശ്വാസം തകരും. അതുകൊണ്ട് ഖവാരിജുകൾ അതിനെ നിഷേധിച്ചവരാണ്. അവരാണ് ശഫാഅത്തിലെ ഈ വിഷയത്തിലെ ഒരു കക്ഷി. രണ്ടാമത്തെ കക്ഷി ശഫാഅത്തിന്റെ കാര്യത്തിൽ അതിരുവിട്ടവരാണ്, അതിന്റെ പരിധികൾ ലംഘിച്ചു പോയവരാണ്. അവർ ശഫാഅത്തിൽ അതിരുവിട്ട് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിപ്പെട്ടു. മൂന്നാമത്തെ കൂട്ടർ അവരാണ് യഥാർത്ഥ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചവർ. എന്താണോ കിതാബിലും സുന്നത്തിലും വന്നിട്ടുള്ള, ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും വന്നിട്ടുള്ള യഥാർത്ഥ ശഫാഅത്ത്, ആ ശഫാഅത്ത് അംഗീകരിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് അവർ. അല്ലാഹു ആ യഥാർത്ഥ ഹക്കിന്റെ ആളുകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, ശഫാഅത്ത് ഇല്ലെന്ന് അതിനെ തള്ളി പറഞ്ഞുകൊണ്ട്, അതിനെ നിരാകരിച്ചുകൊണ്ടുള്ള ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ഉദാഹരണത്തിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തു വലാ ശഫാഅ വൽ കാഫിറൂന ഹുമുദ് ളാലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് റിസ്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക ഒരു ദിനം വരുന്നതിന് മുൻപ്, ഒരു ദിവസം വന്നെത്തുന്നതിന് മുൻപ്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ലാ ബൈഉൻ ഫീഹി, അന്നേ ദിവസം ഒരു കച്ചവടം നടക്കുകയില്ല. വലാ ഖുല്ല, ഒരുറ്റ സുഹൃത്ത് ബന്ധവും ആ പരലോകത്ത് ഉണ്ടാവുകയില്ല. വലാ ശഫാഅ, ഒരു ശഫാഅത്തും ഒരു ശുപാർശയും അവിടെ ഉണ്ടാവുകയില്ല. വൽ കാഫിറൂന ഹുമുദ് ളാലിമൂൻ, അല്ലാഹുവിൽ അവിശ്വസിച്ചവർ, കാഫിറുകൾ, അവരാകുന്നു യഥാർത്ഥ അക്രമികൾ. സഹോദരങ്ങൾ, ഇതുപോലുള്ള ധാരാളക്കണക്കിന് ആയത്തുകളിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ശഫാഅത്തിനെ നിരാകരിച്ചിരിക്കുന്നു, ശുപാർശയില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതാണ് ശുപാർശയെ കുറിച്ച് വന്നിട്ടുള്ള ഖുർആനിലെ പദപ്രയോഗങ്ങളിൽ ഒരു രൂപം. രണ്ടാമത്തേത് എന്താണ്? അല്ലാഹു ഇല്ലെന്ന് പറഞ്ഞ ഈ ശുപാർശയിൽ അതിൽ നിന്ന് ചിലതിന് അല്ലാഹു ഇളവ് നൽകിയിരിക്കുന്നു. അതിൽ നിന്ന് ഇന്ന രൂപത്തിൽ ഉള്ള കാര്യങ്ങൾ ഒഴിവാണ്, അഥവാ അങ്ങനെയുള്ള ശുപാർശ മാത്രമുണ്ട്. ശ്രദ്ധിക്കണം നിങ്ങൾ, ഖുർആനിന്റെ പൊതുവായ പ്രയോഗം എന്താണ്? അല്ലാഹു പൊതുവായി പറഞ്ഞിട്ടുള്ളത് എന്താണ്? ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത് എന്താണ്? ശുപാർശയില്ല എന്ന കാര്യമാണ്, നടക്കുകയില്ല എന്ന കാര്യമാണ്. എന്നിട്ട് അതിൽ നിന്ന് ചിലതു മാത്രം അല്ലാഹു റബ്ബുൽ ആലമീൻ ഉണ്ടെന്ന് സ്ഥാപിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അല്ലാഹു ഇല്ലെന്ന് പറഞ്ഞ ശുപാർശ ഏതാണ്, അല്ലാഹു ഉണ്ടെന്ന് പറഞ്ഞ ശുപാർശ ഏതാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് വേർതിരിച്ചു മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹുവിന്റെ അനുമതി കൂടാതെ ശുപാർശയുണ്ടോ? ഇല്ല, അല്ലാഹു അതിനെ നിരാകരിച്ചിരിക്കുന്നു. അതുപോലെ മുശ്രിക്കുകൾക്ക് വേണ്ടി, കുഫാറുകൾക്ക് വേണ്ടി അല്ലാഹുവിൽ പങ്കുചേർത്തവരായിക്കൊണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിനെ നിഷേധിച്ചവരായിക്കൊണ്ട് മരിച്ചുപോയവർക്ക് ഒരു ശുപാർശയും നാളെ പരലോകത്ത് പ്രയോജനപ്പെടുകയില്ല. ആ നിലക്കുള്ള ശുപാർശയില്ല. മൂന്നാമത്തേത്, അല്ലാഹു അല്ലാത്തവരോട് ആരെങ്കിലും ഇവിടെ ദുനിയാവിൽ വെച്ച് ശുപാർശ തേടിയാൽ ആ ശുപാർശ പരലോകത്ത് നടക്കുകയില്ല, അങ്ങനെ ഒരു ശുപാർശ ഉണ്ടാവുകയില്ല. അതുപോലെ ദുനിയാവിലെ ശുപാർശ പോലെ ആണ് പരലോകത്തെ ശുപാർശ എന്നാരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ശുപാർശയും പരലോകത്തുണ്ടാവുകയില്ല. ഇതാണ് അല്ലാഹു നിരാകരിച്ചു പറഞ്ഞ, ഇല്ലെന്നു പറഞ്ഞ ശഫാഅത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. എന്നാൽ അല്ലാഹു ഉണ്ടെന്ന് പറഞ്ഞ ശുപാർശ ഏതാണ്, ശഫാഅത്ത് ഏതാണ്? സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസ കാര്യമാണ്, ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. അല്ലാഹു പരലോകത്തുണ്ടെന്ന് പറഞ്ഞ ശുപാർശ അല്ലാഹു അനുവദിച്ചവർ നടത്തുന്ന, അല്ലാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി മാത്രം നടക്കുന്ന ശുപാർശയാണ്. അല്ലാഹു അനുവദിച്ച ആളുകളുണ്ട്, ശുപാർശ പറയാൻ അല്ലാഹു അനുവാദം നൽകുന്നവർ. അവർ നടത്തുന്ന, അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചിട്ടുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന, അവർക്ക് മാത്രം പ്രയോജനപ്പെടുന്ന ശുപാർശ, ഇത് മാത്രമാണ് നാളെ പരലോകത്തുള്ള ശഫാഅത്ത് എന്ന് പറയുന്നത്.
അള്ളാഹുവിൽ പങ്കുചേർച്ച, അവനോടൊപ്പം മറ്റാരെങ്കിലും വിളിച്ചു തേടിയ ശിർക്കിന്റെ വക്താക്കൾക്ക്, മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന കഠോരമായ പാപത്തിൽ ആപതിച്ചവർക്ക് ഒരിക്കലും ശുപാർശയില്ല. മുശ്രിക്കിന് ഒരു ശഫാഅത്തും നാളെ പരലോകത്തില്ല. മാലിദ്ദാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇ യുതാഅ. അല്ലാഹു പറയുന്നു, മാലിദ്ദാലിമീൻ, അക്രമികൾക്ക് ഉണ്ടാവുകയില്ല, മിൻ ഹമീമിൻ, ഒരുറ്റ കൂട്ടുകാരനോ, വലാ ശഫീഇ യുതാഅ, സ്വീകരിക്കപ്പെടുന്ന ഒരു ശുപാർശകനോ നാളെ പരലോകത്ത് ഉണ്ടാവുകയില്ല. മുവഹിദുകൾക്ക്, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തവർക്ക്, റബ്ബിനോട് മാത്രം വിളിച്ചു തേടിയവർക്ക്, തൗഹീദിന്റെ വക്താക്കൾക്ക് മാത്രമാണ് നാളെ പരലോകത്ത് ശുപാർശ ഉണ്ടാവുകയുള്ളൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, മുസ്ലിമിന്റെ സഹീഹിൽ നമുക്ക് കാണാവുന്ന ഒരു വചനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ ഓരോ നബിമാർക്കും അല്ലാഹു ഉത്തരം നൽകുമെന്ന് ഉറപ്പ് പറഞ്ഞ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവതഹ. എല്ലാ നബിമാരും, ഓരോ നബിയും ഈ ദുനിയാവിൽ വെച്ച് തന്നെ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയുണ്ടായി. ആ അവസരം അവർ പ്രയോജനപ്പെടുത്തുകയുണ്ടായി. വഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅതൻ ലിഉമ്മതി യൗമൽ ഖിയാമah. എന്നാൽ ഞാൻ എൻ്റെ ആ പ്രാർത്ഥന എൻ്റെ ഉമ്മത്തിനു വേണ്ടി നാളെ പരലോകത്ത് ശുപാർശയായി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നു. ഫഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹു മൻ മാത മിൻ ഉമ്മതി ലാ യുശ്രികു ബില്ലാഹി ശൈആ. ഫഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ്. അത് ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ആർക്കാണ്? മൻ മാത മിൻ ഉമ്മതി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ആരാണോ മരണപ്പെട്ടത്, ലാ യുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാത്തവനായി മരണപ്പെട്ടത്, അവർക്കാണത് ലഭിക്കുക. അല്ലാഹു അക്ബർ. അല്ലാഹു മുവഹിദുകളിൽ ശിർക്കിന്റെ കറയേൽക്കാതെ മരിച്ചു പോകാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നോക്കൂ പ്രിയമുള്ളവരെ, തൗഹീദ് ഉള്ളവർക്ക് മാത്രമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ പ്രാർത്ഥിച്ച് അവസരം അത് തീർത്തു കളയാതെ മാറ്റിവെച്ച ആ ശുപാർശയുടെ പ്രയോജനം ലഭിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരിക്കലും ശിർക്കിലകപ്പെട്ടുകൊണ്ട് ഞാനോ നമ്മുടെ മക്കളോ, നമ്മളോ നമ്മുടെ മക്കളോ, നമ്മുടെ പ്രിയജനങ്ങളോ ആരും തന്നെ ആ ശുപാർശ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ നാം ഓരോരുത്തരും ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. ഇനി പ്രിയമുള്ളവരെ, ആരാണ് ശുപാർശ നടത്തുക? ആർക്കൊക്കെയാണ് ശുപാർശ നടത്താൻ അവസരമുണ്ടാവുക? നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിൽ നമുക്കത് കാണാം. നാളെ പരലോകത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നതാണ്, ശഫാഅത്തിൽ മലായിക, മലക്കുകൾ ശുപാർശ പറഞ്ഞിരിക്കുന്നു, അവർ ശുപാർശ നടത്തിയിരിക്കുന്നു. വശഫഅൻ നബിയൂൻ, നബിമാർ ശുപാർശ പറഞ്ഞിരിക്കുന്നു. വശഫഅൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ ശുപാർശ പറഞ്ഞിരിക്കുന്നു. വലം യബ്ഖ ഇല്ലാ അർഹമുർ റഹീമീൻ, ഇനി അർഹമുർ റഹീമീനായ, കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും കരുണയുള്ളവനായ അല്ലാഹു അല്ലാതെ ബാക്കിയില്ല എന്ന് പറഞ്ഞാൽ, മലക്കുകളുടെ, നബിമാരുടെ, മുഅ്മിനുകളുടെ ശുപാർശ കാരണത്താൽ അല്ലാഹു പലരെയും രക്ഷപ്പെടുത്തും. ഒടുവിൽ ആ ശുപാർശയെല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്താൽ ചിലരെ, നരകത്തിലകപ്പെട്ട ചിലരെ, അവനിൽ പങ്കുചേർക്കാതെ മരിച്ചവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. അതാണ് പറഞ്ഞത്. നോക്കൂ, ഈ ഹദീസിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം ആരെല്ലാം ശുപാർശ പറയും. മലായികത്ത് ശുപാർശ പറയും. അള്ളാഹുവിന്റെ ശ്രേഷ്ഠരായ ആ പടപ്പുകൾ ഈ ലോകത്തും മുഅ്മിനുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ പരലോകത്തും അവർ മുഅ്മിനുകൾക്ക് വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുന്നതാണ്. നബിമാർ ശുപാർശ പറയും. മുഅ്മിനുകൾ, നല്ലവരായ ആളുകൾ, സാലിഹുകളായ ആളുകൾ അള്ളാഹുവിനോട് ശുപാർശ പറയുന്നവരാണ്. ഇവരാണ് ശുപാർശ പറയുന്നവർ. നോക്കൂ, എന്നാൽ ഈ ശുപാർശകളിൽ നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസ്സായ, നബിക്ക് മാത്രം അല്ലാഹു നൽകുന്ന ചില ശുപാർശകളുണ്ട്. അതിലൊന്നാണ് അശ്ശഫാഅത്തുൽ ഉദ്മാ എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ ശുപാർശ, മഖാമുൽ മഹ്മൂദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും സ്തുത്യർഹമായ പരലോകത്തെ സ്ഥാനം. എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം അവിടെ മനസ്സിലാക്കും. ഈ ലോകത്ത് നബി അംഗീകരിച്ചവരും അനുകൂലിച്ചവരും എന്നതുപോലെ പ്രതികൂലിച്ചവരും
എതിർത്തവരും നാളെ പരലോകത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുന്ന വലിയ ശുപാർശയാണ്. അതിന്റെ ഉപകാരം എല്ലാവർക്കും ലഭിക്കും. മഹ്ശറിൽ ഒരുമിച്ച് കൂടിയവർക്കെല്ലാം, മുസ്ലിമിനും കാഫിറിനും നല്ലവനും കെട്ടവനുമെല്ലാം. എന്താണ് ആ ശുപാർശ? ആ മഹ്ശറിൽ ആളുകൾ കാത്തു നിൽക്കവേ, ആ സുദീർഘമായ നാളിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കവേ, വിചാരണക്കെടുക്കാൻ അള്ളാഹുവിനോട് പറയുന്ന ശുപാർശയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന സയ്യിദുൻ നാസി യൗമൽ ഖിയാമഹ വഹൽ തദ്റൂന മിമ്മ ദാലിക്. അന്ത്യനാളിൽ ജനങ്ങളുടെ എല്ലാം നേതാവ് ഞാനാണ്, സയ്യിദ് ഞാനാണ്. നിങ്ങൾക്കറിയുമോ എന്തുകൊണ്ടാണതെന്ന്? യജ്മഉ അല്ലാഹു الناس الأولين والآخرين في صعيد واحد يسمعهم الداعي وينفذهم البصر وتدنو الشمس. അതാ നാളിൽ അല്ലാഹു മഹ്ശറിന്റെ വൻമുറ്റത്ത് ആളുകളെ മുഴുവൻ, അവരിൽ ആദ്യത്തെ ആളുകളെയും അവസാനത്തെ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്നതാണ്. എല്ലാവരെയും ഒരാൾക്ക് കാണാൻ സാധിക്കുന്ന രൂപത്തിൽ, ഒരു ശബ്ദം എല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ, വളവോ തിരിവോ ഇല്ലാത്ത, ഉയർച്ചയോ താഴ്ചയോ ഇല്ലാത്ത ആ മഹ്ശറിന്റെ മുറ്റത്ത് അല്ലാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നതാണ്. സൂര്യൻ അടുത്തേക്ക് വരുന്നതാണ്. ഫയബ്ലുഗു الناس من الغم والكرب ما لا يطيقون ولا يحتملون. ആളുകൾക്ക് സഹിക്കാനോ താങ്ങാനോ സാധിക്കാത്ത പ്രയാസത്തിൽ അവർ അകപ്പെടുന്നതാണ്. ഫയഖൂലു الناس, ആളുകൾ പരസ്പരം പറയും, അലാ തറൗന മാ ഖദ് ബലഗകും അലാ തൻദുറൂന മൻ യശ്ഫഉ ലക്കും ഇലാ റബ്ബിക്കും. നിങ്ങൾ കാണുന്നില്ലേ എന്താണ് നിങ്ങൾ ഈ നിങ്ങൾക്ക് വന്നു പതിച്ചിട്ടുള്ള ഈ പ്രയാസം എന്നത്? നിങ്ങൾക്കൊന്ന് ആലോചിച്ചുകൂടെ? ആരുണ്ട് ഈ പ്രയാസത്തിൽ നിന്നൊന്ന് കരകടത്താൻ, അള്ളാഹുവിനോടൊന്ന് ശുപാർശ പറയാൻ? ഫയഖൂലു ബഅ്ദു الناس لبعض അലൈക്കും ബിആദം. ചിലർ പറയും, നിങ്ങൾ ആദം അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് ചെല്ലുക. ഫയഅതൂന ആദം അലൈഹിസ്സലാം ഫയഖൂലൂന ലഹു أنت أبو البشر خلقك الله بيده ونفخ فيك من روحه وأمر الملائكة فسجدوا لك اشفع لنا إلى ربك ألا ترى إلى ما نحن فيه ألا ترى إلى ما قد بلغنا. ആദം അലൈഹിസ്സലാമിന്റെ അരികിൽ ചെന്നുകൊണ്ട് പറയും, നിങ്ങൾ മനുഷ്യരുടെ പിതാവാണ്. അല്ലാഹു താങ്കളെ അവന്റെ കൈകൊണ്ട് പടച്ചിരിക്കുന്നു. അവങ്കൽ നിന്നുള്ള റൂഹ് കൊണ്ട് താങ്കളിൽ അവൻ ഊതിയിരിക്കുന്നു. മലക്കുകളെ താങ്കൾക്ക് മുന്നിൽ അള്ളാഹു സുജൂദ് ചെയ്യാൻ മലക്കുകളോട് കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് റബ്ബിനോട് ഒന്ന് ശുപാർശ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞാലും. ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ പ്രയാസം താങ്കൾ കാണുന്നില്ലേ? ആദം അലൈഹിസ്സലാം പറയും, ഇന്ന റബ്ബി ഖദ് ഗളിബൽ യൗമ ഗളബൻ ലം യഗ്ദബ് ഖബ്ലഹു മിസ്ലഹു വലൻ യഗ്ദബ ബഅദഹു മിസ്ലഹു. എൻ്റെ റബ്ബിനിതാ ഒരു കോപം കോപിച്ചിരിക്കുന്നു. ഇതുപോലൊരു കോപം അവൻ ഇതിനു മുമ്പ് കോപിച്ചിട്ടില്ല. ഇനിയൊരിക്കലും ഇതുപോലെ അവൻ കോപിക്കുകയുമില്ല. വഇന്നഹു ഖദ് നഹാനി അനി ശജറതി ഫഅസൈതുഹു. എന്നോട് ആ മരത്തിൽ നിന്ന് കഴിക്കരുത് എന്ന് എൻ്റെ റബ്ബ് വിലക്കിയിരുന്നു. എന്നാൽ ഞാൻ ആ റബ്ബിന്റെ കൽപ്പന ലംഘിച്ചുപോയി. നഫ്സി നഫ്സി നഫ്സി. എൻ്റെ കാര്യം എന്താകും? എൻ്റെ സ്ഥിതി എന്തായി തീരും? എനിക്കെന്താണ് വന്നു ചേരുക എന്നെനിക്കറിയില്ല. ഇദ്ഹബു ഇലാ ഗൈരി. അതുകൊണ്ട് മറ്റാരുടെയെങ്കിലും അരികിലേക്ക് നിങ്ങൾ പോയാൽ, ഇദ്ഹബു ഇലാ നൂഹിൻ, നൂഹിന്റെ അരികിലേക്ക് നിങ്ങൾ ചെന്നാലും. ആദം അലൈഹിസ്സലാം കൈയൊഴിയുകയാണ്, ഭയപ്പെടുകയാണ്, സാധിക്കുകയില്ലെന്ന് പറയുകയാണ്. ആളുകളെല്ലാം നൂഹ അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് ചെല്ലുന്നു. താങ്കളെയാണല്ലോ അള്ളാഹു ജനങ്ങൾ ശിർക്കിലകപ്പെട്ടതിന് ശേഷം അവരിലേക്ക് ആദ്യമായ റസൂലായി നിയോഗിച്ചത്. അബ്ദുൻ ഷക്കൂർ, നന്ദിയുള്ള അടിമയെന്ന് അള്ളാഹു താങ്കളെ വിശേഷിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറഞ്ഞാലും. ഈ അകപ്പെട്ടിരിക്കുന്ന പ്രയാസം താങ്കൾ കാണുന്നില്ലേ? നൂഹ അലൈഹിസ്സലാം പറയും, എൻ്റെ റബ്ബിന്നൊരു കോപം കോപിച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് അവനിങ്ങനെ കോപിച്ചിട്ടില്ല, ഇനിയൊരിക്കലും അവൻ ഇതുപോലെ കോപിക്കുകയുമില്ല. എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന. ഞാനതെന്റെ ഉമ്മത്തിനെതിരിൽ പ്രാർത്ഥിച്ചു പോയി. നഫ്സി നഫ്സി നഫ്സി. എന്റെ കാര്യം എന്തായിത്തീരും? എന്റെ അവസ്ഥ എന്താകും? എന്താണ് എനിക്ക് വന്നു ചേരുക? അതുകൊണ്ട് നിങ്ങൾ മറ്റാരുടെയെങ്കിലും അരികിലേക്ക് ചെല്ലൂ, ഇബ്രാഹിമിന്റെ അരികിൽ ചെല്ലൂ നിങ്ങൾ. നൂഹ അലൈഹിസ്സലാമും അതുപോലെ ശുപാർശ പറയാൻ സാധിക്കുകയില്ല എന്ന് പറയുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് ആളുകൾ ചെല്ലുന്നു. താങ്കൾ അള്ളാഹുവിന്റെ ഖലീലാണ് എന്ന് പറയുന്നു, ശുപാർശ പറയാൻ ആവശ്യപ്പെടുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം ഇതുപോലെ മുൻകഴിഞ്ഞ നബിമാർ, ഈ രണ്ട് നബിമാർ പറഞ്ഞതുപോലെയുള്ള മറുപടി പറയുന്നു. മൂസാ അലൈഹിസ്സലാമിന്റെ അരികിൽ ചെല്ലാൻ പറയുന്നു, മൂസാ നബിയും അതുപോലെ പറയുന്നു. ഈസാ അലൈഹിസ്സലാമിന്റെ അരികിൽ ചെല്ലാൻ പറയുന്നു, ഈസാ അലൈഹിസ്സലാം
അതുപോലെ പറയുന്നു. എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെല്ലാൻ ഈസ അലൈഹിസ്സലാം ആളുകളോട് നിർദ്ദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ആളുകൾ ചെല്ലുന്നു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന ലഹ, അതെ എനിക്ക് തന്നെയാണ് ഈ ശുപാർശ നടത്താൻ സാധിക്കുക, ഞാനാണ് ആ ശുപാർശ നടത്തേണ്ടയാൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅൻതലിഖു ഫആതി തഹ്തൽ അർശ്, ഞാൻ ചെന്ന് റബ്ബിന്റെ അർശിന് കീഴിൽ ഞാൻ ചെല്ലുന്നു. ഫഅഖഉ സാജിദൻ ലിറബ്ബി അസ്സ വജൽ, എൻ്റെ റബ്ബിന് ഞാൻ സുജൂദിൽ വീഴുന്നു. ثم يفتح الله علي من محامده وحسن الثناء عليه شيئا لم يفتحه على أحد قبلي, എനിക്ക് മുൻപ് ഒരാൾക്കും അല്ലാഹു പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത, അറിയിച്ചിട്ടില്ലാത്ത അല്ലാഹുവിനെ സ്തുതിക്കാനുള്ള ചില വാചകങ്ങൾ റബ്ബ് എനിക്ക് ആ സമയത്ത് പറഞ്ഞു തരുന്നു. അവൻ എനിക്ക് തോന്നിപ്പിച്ചു നൽകുന്നു. ഞാൻ സുജൂദിൽ കിടക്കുകയാണ് അല്ലാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട്, അല്ലാഹു ഉദ്ദേശിച്ചത്രയും കാലം. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ പോയി അങ്ങ് ശുപാർശ പറയുകയല്ല, മറിച്ച് അല്ലാഹുവിന് മുന്നിൽ സുജൂദിൽ വീഴുകയാണ്. അല്ലാഹു ഉദ്ദേശിച്ച കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിനെ സ്തുതിക്കാനുള്ള കാര്യങ്ങൾ അല്ലാഹു ഓർമ്മപ്പെടുത്തി നൽകുന്നു. നബി പറയുകയാണ്, ഇതാ ഈ ദുനിയാവിൽ എനിക്കത് പറയാൻ സാധിക്കുകയില്ല, ആ സമയത്ത് അല്ലാഹു എനിക്കത് മനസ്സിലിട്ടു തരും. ثم يقال, ശേഷം റബ്ബ് പറയും, യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, ഇർഫഅ റഅസക്, നീ നിന്റെ ശിരസ് ഉയർത്തുക. സൽ തുഅത, ചോദിക്കുക, നീ ചോദിക്കുന്നത് നൽകപ്പെടും. വശ്ഫഅ തുശഫഅ, നീ ശുപാർശ പറയുക, നിന്റെ ശുപാർശ സ്വീകരിക്കപ്പെടും. ഫഅർഫഉ റഅസി, അപ്പോൾ ഞാൻ എൻ്റെ തല ഉയർത്തും. ഫഅഖൂലു, ഞാൻ പറയും, ഉമ്മതി യാ റബ്ബ്, ഉമ്മതി യാ റബ്ബ്, ഉമ്മതി യാ റബ്ബ്, റബ്ബേ എൻ്റെ ഉമ്മത്ത്, എൻ്റെ സമുദായം, റബ്ബേ എൻ്റെ ഉമ്മത്ത്, റബ്ബേ എൻ്റെ ഉമ്മത്ത് എന്ന് ഞാൻ പറയും. നോക്കൂ നിങ്ങൾ, ഈ ശുപാർശയാണ് അശ്ശഫാഅത്തുൽ ഉദ്മ എന്നറിയപ്പെടുന്ന ശുപാർശ. ഇത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം നടത്തുന്ന ശുപാർശയാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം അല്ലാഹു നൽകുന്ന രണ്ടാമത്തെ ശുപാർശ ആളുകൾ സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കാനുള്ള ശുപാർശയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മാത്രമാണ് സ്വർഗത്തിന്റെ കവാടം ആദ്യമായി തുറക്കപ്പെടുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആതി ബാബൽ ജന്നതി യൗമൽ ഖിയാമത്തി ഫഅസ്തഫ്തിഹ്, ഞാൻ സ്വർഗത്തിന്റെ കവാടത്തിൽ പരലോകത്തെത്തും, എന്നിട്ട് ഞാൻ തുറക്കാൻ ആവശ്യപ്പെടും. ഫയഖൂലുൽ ഖാസിൻ, സ്വർഗത്തിന്റെ കാവൽക്കാരൻ ചോദിക്കും, മൻ അൻത, ആരാണ് താങ്കൾ? ഫഅഖൂൽ, ഞാൻ പറയും, മുഹമ്മദ്, മുഹമ്മദാണ്. ഫയഖൂൽ, അപ്പോൾ സ്വർഗത്തിന്റെ കാവൽക്കാരൻ പറയും, ബിക ഉമിർതു, അതെ താങ്കൾക്ക് വേണ്ടി തുറക്കാനാണ് എന്നോട് അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളത്. ലാ അഫ്തഹു ലി അഹദിൻ ഖബ്ലക്, താങ്കൾക്ക് മുൻപ് ഒരാൾക്ക് വേണ്ടിയും ഞാൻ ഇത് തുറക്കുകയില്ല, താങ്കൾക്ക് വേണ്ടി മാത്രം ആദ്യം തുറക്കാനാണ് അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് ആ മലക്ക് പറയും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, നമ്മുടെ റസൂലിന് മാത്രമായുള്ള ശുപാർശയാണ്. മൂന്നാമത്തെ ശുപാർശ നമ്മുടെ നബിക്ക് മാത്രം പ്രത്യേകമായി നൽകപ്പെട്ട ശുപാർശ, അത് അബൂ താലിബിന് വേണ്ടിയുള്ള ശുപാർശയാണ്. അബൂ താലിബ് മുശ്രിക്കായി ജാഹിലിയ്യത്തിന്റെ ദീനിലായിക്കൊണ്ട് മരണപ്പെട്ടയാളാണ്. മുശ്രിക്കുകൾക്ക് ഒരു ശുപാർശയും പ്രയോജനപ്പെടുകയില്ല എന്നതാണ് അള്ളാഹു നിശ്ചയിച്ച നിയമം. എന്നാൽ അബൂ താലിബിന്റെ കാര്യത്തിൽ മാത്രം അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു ഇളവ് നൽകി. എന്താണ് ആ ഇളവ്? അബൂ താലിബിന്റെ സഹോദരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പിതൃവ്യനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അദ്ദേഹം മുസ്ലിമാണ്, സഹാബിയാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ നബിയോട് തന്റെ സഹോദരനെ കുറിച്ച് ചോദിക്കുകയാണ്. നബിയുടെ പിതൃവ്യനെ കുറിച്ച്, അബൂ താലിബിനെ കുറിച്ച് ചോദിക്കുകയാണ്. യാ റസൂലല്ലാഹ്, ഹൽ നഫഅത അബാ താലിബിൻ ബിശൈ, എന്തെങ്കിലും ഉപകാരം അബൂ താലിബിന് ചെയ്തു കൊടുക്കാൻ താങ്കൾക്ക് സാധിക്കുമോ? ഫഇന്നഹു കാന യഹൂതുക വയഗ്ദബു ലക, അദ്ദേഹം ദുനിയാവിൽ താങ്കളെ സംരക്ഷിച്ചിരുന്ന, താങ്കൾക്ക് വേണ്ടി ആളുകളോട് കോപിച്ചിരുന്ന ആളായിരുന്നല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. എന്താണ് സാധിച്ചത്? ഹുവ ഫീ ദഹ്ദാഹിൻ മിൻ നാർ, അബൂ താലിബ് നരകത്തിന്റെ മുകൾ തട്ടിലാണ്. ലൗല അന, ഞാനില്ലായിരുന്നുവെങ്കിൽ ലകാന ഫി ദറകിൽ അസ്ഫലി മിനൻ നാർ, അബൂ താലിബ് നരകത്തിന്റെ അടിത്തട്ടിലായേനെ. യാ സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ
അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠരെ ഇത്രയും അധികം സഹായിച്ചിട്ട്, ഇസ്ലാമിന് വലിയ സേവനം ചെയ്തിട്ട്, പക്ഷേ അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല, ശിർക്കിലായി മരണപ്പെട്ടു. നോക്കൂ നിങ്ങൾ, നരകമോചനമില്ല, മറിച്ച് നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. മുകളിലാണ്. മറ്റു ചില ഹദീസുകളിൽ വന്നിട്ടുള്ളതുപോലെ കാലിനടിയിൽ തീക്കനലുകൾ വെക്കപ്പെടും. അയാൾ വിചാരിക്കും എനിക്കാണ് ഈ നരകത്തിൽ ഏറ്റവും കടുത്ത ശിക്ഷയുള്ളത് എന്ന്. യഥാർത്ഥത്തിൽ ഏറ്റവും നിസാരമായ ശിക്ഷയാണ്. നോക്കൂ നിങ്ങൾ, തൗഹീദിന്റെ മഹത്വം എത്രയാണ്. ശിർക്കും തൗഹീദും തമ്മിലുള്ള വേർതിരിവ് എത്ര വലുതാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ആശ്വസിച്ചു കൊള്ളുക, അള്ളാഹുവിൽ പങ്കുചേർക്കാത്തവരെ ആശ്വസിച്ചു കൊള്ളുക. ഏതെല്ലാം കോടതികളും ഏതെല്ലാം രാഷ്ട്രീയക്കാരും ഏതെല്ലാം ആളുകളും നിങ്ങൾക്കെതിരിൽ തിരിഞ്ഞാലും, നിങ്ങളോട് വഞ്ചന കാണിച്ചാലും, ഒരു നീതിക്കും ന്യായത്തിനും യോജിക്കാത്ത, ഒരു നീതിയുടെ തുലാസ് കൊണ്ടും അളന്നാൽ ഒരിക്കലും തൂക്കമൊക്കാത്ത അനീതികൾ നിങ്ങളോടും നിങ്ങളുടെ ആരാധനാലയങ്ങളോടും ഈ മുശ്രിക്കുകൾ, കുഫാറുകൾ കാട്ടിയിട്ടുണ്ട് എങ്കിലും വേദനിക്കേണ്ടതില്ല. അള്ളാഹുവിൽ നിന്ന് അവർക്ക് പ്രതീക്ഷിക്കാനില്ലാത്തത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുണ്ട്. ആ പ്രതീക്ഷയിൽ നിൽക്കുക, വേദനിക്കരുത്, പ്രയാസപ്പെടരുത്. നിങ്ങളാണ് ഏറ്റവും ഉന്നതർ, നിങ്ങൾ മുഅ്മിനുകളാണ് എങ്കിൽ. അതുകൊണ്ട് ആശ്വസിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ മുസ്ലിമീങ്ങളോട് മറ്റുള്ളവർ ചെയ്തിട്ടുള്ള എല്ലാ അനീതികൾക്കും ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രതിക്രിയ നൽകുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഉമ്മത്തിന് അവരുടെ നഷ്ടപ്രതാപവും അവരുടെ നഷ്ടപ്പെട്ട സ്വത്തുക്കളും അവരുടെ നഷ്ടപ്പെട്ട ആരാധനാലയങ്ങളും ഏറ്റവും നല്ല രൂപത്തിൽ തിരിച്ചു നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാഹ്. സഹോദരങ്ങളെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി നൽകപ്പെട്ട ശുപാർശക്ക് പുറമെ ബാക്കിയുള്ളവർക്കെല്ലാം ലഭിക്കുന്ന ശുപാർശകളിൽ ചിലതുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുഖ്രിജുല്ലാഹു ഖൗമൻ മുൻതിനീന ഖദ് മഹശത്ഹുമുൻ നാറു ബിശഫാഅത്തി ശാഫിഈൻ. ശുപാർശ പറയുന്നവരുടെ ശുപാർശ കാരണത്താൽ അല്ലാഹു നരകം കത്തിച്ചു കളഞ്ഞ, നരകത്തിൽ ദുർഗന്ധ വമിപ്പിക്കുന്ന രൂപത്തിൽ കിടക്കുന്ന ആളുകളെ അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. ഫയുദ്ഖിലുഹുമുൽ ജന്ന, അവരെ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. ഫയുസമ്മൗനൽ ജഹന്നമിയൂൻ, ജഹന്നമിയൂൻ എന്നായിരിക്കും അവരുടെ പേര്. പിന്നീട് അല്ലാഹു അവരുടെ പേര് ഉതഖാഉർ റഹ്മാൻ, റഹ്മാനായ റബ്ബ് മോചിപ്പിച്ചവർ എന്നാക്കി തീർക്കുന്നതാണ്. നോക്കൂ, മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ഖല്ലസല്ലാഹുൽ മുഅ്മിനീന മിനൻ നാരി വഅമിനു, അല്ലാഹു മുഅ്മിനുകളെ നരകത്തിൽ പതിക്കാതെ രക്ഷപ്പെടുത്തുകയും അവർക്ക് നിർഭയത്വം നൽകുകയും ചെയ്താൽ, ഫമാ മുജാദലതു അഹദികും ലിസാഹിബിഹി ഫിൽ ഹഖ് യകൂനു ലഹു ഫിദ് ദുനിയ അശദ്ദ മുജാദലതൻ മിനൽ മുഅ്മിനീന ലിറബ്ബിഹിം ഫീ ഇഖ്വാനിഹിം അല്ലദീന ഉദ്ഖിലുൻ നാർ. ഈ ദുനിയാവിൽ നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സഹോദരങ്ങളോട് സംസാരിക്കാറുണ്ടല്ലോ, അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കാറുണ്ടല്ലോ. അതിനേക്കാൾ ശക്തമായി മുഅ്മിനുകൾ നരകത്തിൽ അകപ്പെട്ട തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് വാദിക്കുന്നതാണ്. ഖാല യഖൂലൂൻ, അവർ പറയും, റബ്ബന ഇഖ്വാനുന കാനൂ യുസല്ലൂന മഅന വയസൂമൂന മഅന വയഹുജ്ജൂന മഅന ഫഅദ്ഖൽതഹുമുൻ നാർ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ അവർ ഞങ്ങളുടെ കൂടെ നിസ്കരിച്ചവരായിരുന്നു, ഞങ്ങളുടെ കൂടെ നോമ്പെടുത്തവരായിരുന്നു, ഞങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്തവരായിരുന്നു, നീ അവരെ നരകത്തിൽ പ്രവേശിപ്പിച്ചല്ലോ. യാ സുബ്ഹാനല്ലാഹ്. പ്രിയമുള്ളവരെ, നാം ഏവരെയും ഭയപ്പെടുത്തേണ്ട ഹദീസാണ്. നിസ്കരിച്ചിരുന്നവർ, നോമ്പെടുത്തിരുന്നവർ, ഹജ്ജ് ചെയ്തിരുന്നവർ നരകത്തിൽ അകപ്പെടും എന്ന് ഈ ഹദീസിലുണ്ട്. എന്ത് കാരണത്താലാണ്? അവരുടെ മറ്റുള്ള തിന്മകൾ കാരണത്താൽ. ശിർക്ക് ചെയ്തവരല്ല അവർ, സംശയമില്ല. കാരണം മുശ്രിക്കുകൾക്ക് വേണ്ടി ശുപാർശയില്ല. മുസ്ലിമീങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്. നിസ്കരിച്ചിരുന്നവർ, നോമ്പെടുത്തിരുന്നവർ, ഹജ്ജ് ചെയ്തിരുന്നവർ പോലും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. അള്ളാഹു നരകത്തിന്റെ ഭയാനകരമായ ശിക്ഷയിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ മുഅ്മിനുകളുടെ ശുപാർശ കാരണത്താൽ അള്ളാഹു അവരെ, പിന്നീട് ശിർക്ക് ചെയ്യാത്തവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, ആ നരകത്തിൽ ഒരു നിമിഷം പോലും അത് സഹിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് നാം വിചാരിക്കരുത്. സൂക്ഷിക്കുക, അതിനെ സൂക്ഷിച്ചുകൊള്ളുക. വത്തഖുന്നാർ,
അതിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുകയെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നരകത്തിൽ അകപ്പെട്ടവർക്ക് വേണ്ടി, അതുപോലെ നരകത്തിൽ അകപ്പെടാൻ സാധ്യതയുള്ളവർക്ക് വേണ്ടിയെല്ലാം അവിടെ ശുപാർശകളുണ്ട്. പ്രിയമുള്ളവരെ, ഇതാണ് യഥാർത്ഥത്തിലുള്ള ശുപാർശ എന്ന് പറയുന്നത്. ഈ ശുപാർശയെല്ലാം റബ്ബിന്റെ കയ്യിലാണ്. അള്ളാഹുവാണ് ശുപാർശയുടെ ഉടമസ്ഥൻ. ഖുൽ ലില്ലാഹി ശഫാഅതു ജമീഅ, പറയുക ശുപാർശ മുഴുവൻ അള്ളാഹുവിൻ്റെതാണ്. അവനാണ് ശുപാർശകളുടെ മുഴുവൻ ഉടമസ്ഥൻ. അവൻ അനുവദിച്ചവർ മാത്രമാണ് ശുപാർശ പറയുക. അവൻ തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ് ശുപാർശ. പിന്നെന്താണ് ശുപാർശയുടെ പ്രയോജനം? ശുപാർശയുടെ പ്രയോജനം അള്ളാഹു ശുപാർശ നൽകാൻ ആർക്ക് പരലോകത്ത് അവസരം നൽകുന്നുവോ അവർക്ക് ലഭിച്ചിട്ടുള്ള ആദരവാണ്. അതുപോലെ അള്ളാഹു അവന്റെ അടിമകളായ ചില മുഅ്മിനുകൾക്ക് മറ്റു ചിലർ വഴി അള്ളാഹു കരുണ നൽകാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അതാണ് ശുപാർശ. എന്നാൽ ഈ ശുപാർശയും മുശ്രിക്കുകൾ ജൽപ്പിച്ചിട്ടുള്ള ശുപാർശയും തമ്മിൽ യഥാർത്ഥത്തിൽ യാതൊരു ബന്ധവുമില്ല. അവരുടെ ശുപാർശ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ വിചാരിക്കുന്നു ദുനിയാവിലെ ശുപാർശ പോലെയാണ് അത് എന്ന്. അള്ളാഹു അവന്റെ കാരുണ്യത്തെക്കുറിച്ച് അവർക്ക് യഥാർത്ഥ ബോധമില്ല. അതുകൊണ്ട് രാജാക്കന്മാരുടെ അരികിൽ അവരുടെ മന്ത്രിമാരും സൈന്യാധിപന്മാരുമെല്ലാം പറയുന്ന ശുപാർശ പോലെ, വലിയ മന്ത്രിമാരുടെയും മറ്റും അരികിൽ അവരുടെ അടുപ്പമുള്ളവർ പറയുന്ന ശുപാർശ പോലെയാണ് പരലോകത്തെ ശുപാർശ എന്ന് ഇവർ വിചാരിച്ചിരിക്കുന്നു. അങ്ങനെയാണോ? ഒരിക്കലുമല്ല. കാരണം ഇവിടെയുള്ള ആളുകൾ ശുപാർശ സ്വീകരിക്കുന്നത് ഒരു പക്ഷേ ഭയപ്പെട്ടുകൊണ്ടായിരിക്കും. ഏത് രാജാവിനും തന്റെ കീഴിലുള്ള മന്ത്രിമാർ, സൈന്യാധിപന്മാർ അവരെ കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് അവരുടെ ശുപാർശ സ്വീകരിച്ചില്ല എങ്കിൽ എന്തെങ്കിലും അവരുടെ പിന്തുണയോ മറ്റോ എനിക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം എന്ന ഭയം അയാൾക്കുണ്ടാകാം. അല്ലെങ്കിൽ ഒരു പിതാവിന്റെ അരികിൽ മക്കളോ ഭാര്യയോ ശുപാർശ നടത്തുന്നത് പോലെ താൻ സ്നേഹിക്കുന്ന ആളുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്ന ഭയം അവർക്കുണ്ടാകാം. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവർ ശുപാർശ പറഞ്ഞേക്കും. അറിയാത്ത ആൾക്ക് വേണ്ടി അവർ ശുപാർശ പറഞ്ഞേക്കും. എന്നാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ ഒരാളുടെയും ആവശ്യം ഇല്ല, ഒരാളുടെയും ആശ്രയം അവനില്ല. ആരുടെയെങ്കിലും സ്നേഹമോ പിന്തുണയോ നഷ്ടപ്പെട്ടു പോയേക്കും എന്നവന് ഭയപ്പെടാനില്ല. അവൻ ശുപാർശക്ക് അവസരം നൽകുന്നത് അവന്റെ കാരുണ്യം മാത്രമാണ്. അവനാണ് യഥാർത്ഥത്തിൽ ശുപാർശയുടെ ഉടമസ്ഥൻ. എന്നാൽ ശിരിക്കിന്റെ വക്താക്കൾ അവരുടെ ഇലാഹുകളോട് ശുപാർശക്ക് തേടുന്നത് ഹൃദയം അവരിൽ അർപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ബുർദയിൽ നമുക്ക് കാണാൻ കഴിയുക, ഇല്ലം തകുൻ ഫീ മആദി ആഖിദൻ ബിയദി ഫദ്ലൻ വഇല്ലാ ഫഖുൽ യാ സല്ലത്തൽ ഖദമി. ഓ നബിയെ, നാളെ പരലോകത്ത് താങ്കൾ എന്റെ കൈപിടിച്ചില്ല എങ്കിൽ പിന്നെ കാലിടറിപ്പോയത് തന്നെ, പിന്നെ അവിടെ നഷ്ടം സംഭവിച്ചത് തന്നെ. നോക്കൂ നിങ്ങൾ ആ വാക്കുകളിൽ എത്രമാത്രമാണ് ശുപാർശയിൽ, ആരുടെ ശുപാർശയാണോ അവർ പ്രതീക്ഷിക്കുന്നത് അവരിൽ അവർ ഹൃദയം അവലംബിച്ചിട്ടുള്ളത് എന്ന് നോക്കൂ നിങ്ങൾ. എന്നാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിച്ചിട്ടുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള യഥാർത്ഥ ശുപാർശ ഒരിക്കലും ഇങ്ങനെയല്ല. അല്ലാഹു പറഞ്ഞിരിക്കുന്നു, വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ. ശുപാർശ പറയുന്നവർ അല്ലാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി അല്ലാതെ ശുപാർശ പറയുകയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച പ്രസിദ്ധമായ ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? മൻ അസ്അദുൻ നാസി ബിശഫാഅതിക യൗമൽ ഖിയാമത്തി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, നാളെ പരലോകത്ത് താങ്കളുടെ ശുപാർശ കൊണ്ട് സൗഭാഗ്യം നേടുന്നവൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്അദുൻ നാസി ബിശഫാഅതി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. നാളെ പരലോകത്ത് എന്റെ ശുപാർശ കൊണ്ട് സൗഭാഗ്യം ലഭിക്കുക ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്റെ ഖൽബ് കൊണ്ട് പറഞ്ഞവൻ, ഒരു കലർപ്പുമില്ലാതെ ശിർക്കിന്റെ ഒരു ലാഞ്ചനയും ഏൽക്കാതെ ഹൃദയം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവരാരോ അവർക്കുള്ളതാണ് നാളെ പരലോകത്തെ ശുപാർശ എന്ന് പറയുന്നത്. അല്ലാത്ത ശുപാർശ മുഴുവൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നിഷേധിച്ചു പറഞ്ഞിട്ടുള്ള ശുപാർശയാണ്. അത്തഖിദു മിൻ ദൂനിഹി ആലിഹ ഇയുരിദിന റഹ്മാനു ബിദുർരിൻ ലാ തുഗ്നി അന്നി ശഫാഅതുഹും ശൈഅൻ വലാ യുൻഖിദൂൻ. അല്ലാഹുവിന് പുറമെ മറ്റുള്ള ഇലാഹുകളെ ഞാൻ സ്വീകരിക്കുകയോ റഹ്മാനായ റബ്ബ് എനിക്കൊരു പ്രയാസം ഉദ്ദേശിച്ചാൽ അവരുടെ ഒരു ശുപാർശയും എനിക്കൊരു പ്രയോജനവും ചെയ്യുകയില്ല. വലാ യുൻഖിദൂൻ, മറ്റാർക്കും എന്നെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. ഇതുപോലെ ശുപാർശയെ നിഷേധിച്ചു പറഞ്ഞ ആയത്തുകളാണ് ഖുർആനിൽ കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുക. എന്തുകൊണ്ടാണത്? മുശ്രിക്കുകൾ വിചാരിച്ചിട്ടുള്ള ശുപാർശയെ അള്ളാഹു നിഷേധിക്കുകയാണ്. അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞ ശുപാർശ ഒരേ ഒരു ശുപാർശ, അള്ളാഹു അനുവദിച്ചവർ, അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി നടത്തുന്ന ശുപാർശ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ദീനിന്റെ അഖീദ
ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസവും യഥാർത്ഥ ഈ ദീനിന്റെ രീതിശാസ്ത്രവും നാം പഠിക്കുക, മനസ്സിലാക്കുക. الله رب العالمين مكذب توفيق شيء مراقته. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. صلى الله وسلم على نبينا محمد.